2024 SSC CG റിസൾട്ട് വന്നപ്പോൾ അത്തരത്തിൽ ഒരു സൗഹൃദത്തിൻ്റെ വിജയത്തിൻ്റെ കഥ എനിക്കും പറയാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആതിര, ചേതന രണ്ടുപേരും ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അവർ ഒരുമിച്ച് ക്വാളിഫൈയും ചെയ്തു. സോ ഇന്ന് നമുക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കേൾക്കാം. ആതിര, ചേതന, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം. ഇത് എനിക്ക് വലിയൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് ഇപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങളൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പോൾ ആ സർക്കിളിലുള്ള ഒരുവിധെല്ലാ ആൾക്കാരും ഇങ്ങനെ ഗവൺമെൻറ് എക്സാമിൽ നിങ്ങൾ ഡ്രീം ചെയ്ത പോലെ ഒരുവിധെല്ലാ ആൾക്കാരും കയറി തുടങ്ങി. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ ലാസ്റ്റായിട്ട് രണ്ടാൾക്കാരും ക്വാളിഫൈ ചെയ്തു. എന്താണ് ഇപ്പോൾ ഈ ഒരു മൂമെന്റിൽ ഇപ്പോൾ നിങ്ങളൊരു ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ? അതിന് സന്തോഷമുണ്ട്. കുറച്ച് കാലമായി ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ കിട്ടുന്നു വിചാരിച്ചിരുന്നു, എന്നാലും ഉറപ്പില്ലായിരുന്നു. എന്നാലും കിട്ടിയത് സന്തോഷം. ഓക്കെ, ഞാൻ ചോദിക്കാം. അപ്പം ഈ ഒരു റിസൾട്ട് വന്നു. അപ്പം ആതിര ഏതാ ടാക്സ് അസിസ്റ്റന്റ്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോ ഈ പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് നിങ്ങൾ നേരിട്ട ഒരു സ്ട്രഗിൾസ് എന്ന് പറയുന്നത്? മേജറായിട്ട് എന്തായിരുന്നു? കാരണം നമ്മൾ ആദ്യം സ്ട്രഗിൾസ് ചോദിച്ചത് നമ്മൾ റിസൾട്ട് കിട്ടുന്ന സന്തോഷം തന്നെയാണ്, പക്ഷേ ഏത് റിസൾട്ടിന്റെ പിന്നിലും നമ്മൾ അറിയേണ്ട ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പൊ അത് എന്താണ് ഇപ്പൊ രണ്ടാൾ പഠിച്ചിരുന്ന ഒരു പാറ്റേൺ? അതിലൊന്ന് പറയാം. ഞങ്ങളിപ്പോ ജോയിൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോവിഡ് വന്നത് അതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ആയി. ഞങ്ങൾ വീട്ടിലായിരുന്നു, ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഓൺലൈൻ ആയിരുന്നു. സർക്കിൾ നടക്കുന്നതും എല്ലാം ഓൺലൈൻ ആയിരുന്നു, ടെലിഗ്രാമിലായിരുന്നു. അപ്പോൾ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടക്കായിരുന്നു എക്സാം ഒക്കെ. ആദ്യത്തെ എക്സാം തൊട്ടേ പ്രിലിംസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് ആ സമയത്ത് CGL 4 ടയറായിരുന്നു. ഇപ്പോഴാണല്ലോ ഇങ്ങനെ ടയർ 1, ടയർ 2, ടയർ 3 ഒക്കെ എത്തും. ചിലത് DVക്കൊക്കെ പോകും, എനിക്ക് കിട്ടാണ്ടാവും. അല്ലാണ്ട് CGL, CHS, MTS, ഫേസ് എക്സാം എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പൊ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് ഓഫിൽ ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. നമ്മള് ചെറിയ ചെറിയ മാർജിനിൽ ഓരോന്ന് പോകുമ്പോൾ പ്രിലിംസ് ഒക്കെ എല്ലാ പ്രാവശ്യം കിട്ടും, പക്ഷെ മെയിൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് കിട്ടുന്നില്ല. അന്നേരം അങ്ങനെയായിരുന്നു. ഇപ്പോഴാണല്ലോ ഇങ്ങനെയായിരുന്നു. അപ്പോ പിന്നെ നമ്മൾ സങ്കടം ഉണ്ടെങ്കിലും പിന്നെ നമ്മള് ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്ത് ഇങ്ങനെ. ചേതന പഠിക്കുന്ന സമയത്ത് ചേതന അപ്പം ഇതിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? ഫ്രണ്ടോട് ആദ്യം ജോയിൻ ചെയ്തു ബാങ്കില്. ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം വെറുതെ ഇരുന്ന് കോവിഡിന്റെ ടൈം. പിന്നെ 2021 ജോയിൻ ചെയ്തു. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ലേ, ഇവിടെ വന്നതിന് ശേഷം. നല്ല തന്നെയായിരുന്നു ക്ലാസ്. ആ ടൈമില് ക്ലാസ് കഴിഞ്ഞ സർക്കിള് അപ്പം നല്ലായിരുന്നു. പിന്നെ ലോക്ക്ഡൌൺ വന്ന് പോയപ്പം കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ ക്ലാസ്സൊന്നും ആ ഒരു കംഫർട്ട് സോണിലേക്ക് പോയപ്പം പിന്നെ ക്ലാസ്സൊന്നും കാണാതായി. അങ്ങനെ പോയി. പിന്നെ നവംബറില് ഞങ്ങൾ എക്സ്ട്രീം സർക്കിളില് പിന്നെ ആ ഒരു ട്രാക്കിലായി. ഒരുമിച്ച് ഓൺലൈനിൽ ഇപ്പൊ സർക്കിളൊക്കെ നടക്കെങ്കിലും നമ്മള് അറിയില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ചോദിച്ച് മെസ്സേജ് അയച്ച് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കമ്പൈൻ സ്റ്റഡി ഇവിടെ വന്നതിന് ശേഷം GK ഒക്കെ ആയിരുന്നു പഠിക്കും. GK, കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല, വേറെ പേരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പഠിക്കും. GK ഒക്കെ മെയിനായിട്ട്. ആദ്യം GK അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു, അത്ര പഠിച്ചിട്ടില്ല. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം. പിന്നെ ഇപ്പോഴും GK ആണ് ഇമ്പോർട്ടന്റ്. GKയില് സ്കോർ ചെയ്യാൻ പറ്റിയ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് ഒരു ട്രാക്കിലായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനെ വന്നോളൂ. ഒരു ലെവൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് വന്നോളൂ. പക്ഷെ GK ഒന്നും പറയാൻ പറ്റില്ല. എവിടുന്നാ ശരിക്കാ, എന്താ ശരിക്കാ ഒന്നും പറയാൻ പറ്റില്ല. അത് എത്ര പഠിച്ചാലും മതിയാവില്ല.
പിന്നെ നമ്മൾ ചോദിച്ച് പഠിച്ച് അപ്പൊ അതൊരു ഓർമ്മ ഉണ്ടാവും. ആ ഒരു സാധനം ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഓർമ്മയിൽ നിൽക്കുന്നത് അത് എന്തെങ്കിലുമൊക്കെ കോണ്ടെക്സ്റ്റിലൊക്കെ വെച്ച് ഇങ്ങനെ പഠിക്കട്ടോ. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ കത്തും. ഇതില് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ഉള്ള ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടായിരുന്നോ? GK ഡിഫിക്കൽട്ട്. മാത്സും ഇംഗ്ലീഷും വലിയ വിഷയമല്ല. മാത്സും റീസണിങ്ങും വലിയ വിഷയമല്ലേ. ഇംഗ്ലീഷ് കുറച്ച് വിഷയമില്ല, പക്ഷെ വൊക്കാബ് പിന്നെ ഗ്രാമർ അറിയാം, പക്ഷെ ആദ്യമൊന്നും നമ്മളങ്ങനെ പഠിച്ചില്ലായിരുന്നു. എഴുതുമ്പോ ഒരു ആവറേജ് മാർക്കിന് മേലൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ നമ്മൾ ജസ്റ്റ് നമ്മള് ചെറുതാ കട്ട് ഓഫിനൊക്കെ പോകുമ്പോ മനസ്സിലായത് എന്താ നമ്മള് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കണം. അപ്പൊ ഞങ്ങള് ഗ്രാമറൊക്കെ ഫുൾ ആദ്യം തൊട്ടേ പഠിച്ച് യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ട് വൊക്കാബും അങ്ങനെ തന്നെ അങ്ങനെയാണ് അത് ഇംഗ്ലീഷ് ഒരു അല്ലെങ്കിൽ ഒരു ചെറിയ അധികം നെഗറ്റീവ് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് എത്തിക്കണമല്ലോ. അതിലൊക്കെയാണ് നമ്മൾ കേറുക. പെർഫെക്ഷനിലാണ് കേറുക. നിങ്ങൾ കൂടുതൽ സമയം കൊടുത്തും ക്ലാസ്സും സർക്കിളൊക്കെ അതൊക്കെ നമ്മൾ ഒരു ബേസ് ബിൽഡ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നീട് നമ്മൾ എടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്ന എഫേർട്ട് ഉണ്ട്. അപ്പൊ അതിന് ലാബ് എന്നുള്ള സിസ്റ്റം കമ്പ്യൂട്ടർ ഇരിക്കുന്നു, മോക്ക് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു എന്താ പറയാനുള്ളത്? ആ ഒരു പ്രാക്ടീസിങ് ലാബിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആ സമയത്തെ കുറിച്ച് അല്ല, പ്രാക്ടീസ് എന്തായാലും വേണല്ലോ. അപ്പൊ മോക്ക് ചെയ്യുന്നതിന് ഏറ്റവും ഉപകാരം മോക്ക് ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പൊ ലാബ് അങ്ങനെയായിരുന്നു. പിന്നെ വീഡിയോ കാണാനും ഒക്കെ ലാബ് തന്നെയായിരുന്നു. ലാബ് തന്നെയായിരുന്നു. ഞാനൊക്കെ 7 മണി രാവിലെ വരും. ഞാൻ കാണുന്നതാണ്. ഞാനിപ്പോ അധികം വീഡിയോസിൽ ഞാനിങ്ങനെ പറയാറുണ്ട്. കാരണം ഇന്ന സ്റ്റുഡൻസ് അപ്പം ഞാൻ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ജോബിൽ കയറിയിട്ടുള്ള ഒത്തിരി സ്റ്റുഡൻസിന്റെ ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ തന്നെയാണ്. കാരണം അവർ ലാബിൽ നേരത്തെ വരുന്നു. ഇപ്പൊ നമ്മുടെ വിഷ്ണു ആവട്ടെ, ഇപ്പം മിഥുനാവട്ടെ, ആരും ഇപ്പൊ നിലവിലെ ഇതുവരെ പറയുന്ന എല്ലാ ഇതിനും ലാബിന്റെ ഒരു യൂസ് ചെയ്തൊരു ഫീച്ചർ എടുത്ത് പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയി തന്നെയാണ്. ഇത് ഒരു റിസൾട്ട് വന്ന സമയല്ലേ, അന്ന് രാത്രി റിസൾട്ട് വരുന്നു. ഇതാരുടെ ആദ്യം ഷെയർ ചെയ്താരാ? ഞാനല്ല കണ്ടത്, എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനെ അറിഞ്ഞു. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു. അച്ഛനോട് അമ്മ എല്ലാരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് എല്ലാരും സന്തോഷം, ഹാപ്പി. അവരൊക്കെ ഭയങ്കര സന്തോഷം. അച്ഛനും അമ്മ അനിയത്തിനൊക്കെ വിളിച്ചെണീപ്പിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ അറിയില്ലായിരുന്നു. ഞാൻ പിറ്റേന്ന് രാവിലെ അറിഞ്ഞു. ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നുള്ളൂ. മെസ്സേജ് അയച്ചിട്ടൊന്നും അല്ല. അവള് രാവിലെ ഇല്ല, മെസ്സേജ് അതായത് ഞാൻ രാത്രി വിളിച്ചു, കിട്ടിയില്ല. മെസ്സേജ് അയച്ചിട്ടു, രാവിലെ മെസ്സേജ് അയച്ചു. രാവിലെ കണ്ടപ്പോഴാണ് ഇവളറിഞ്ഞ മെസ്സേജ് റിസൾട്ട് വന്നത്. സന്തോഷം. ഇതിപ്പോ എക്സാം നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ പറ്റുമ്പോൾ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ വിഷയമാണ് മുമ്പ് എക്സാം എഴുതി കിട്ടാതിരിക്കുമ്പോഴുള്ള ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ എങ്ങനെയാ ഷെയർ ചെയ്തത്? നമ്മള് ഒരു സങ്കടമൊക്കെ ആയിട്ടുണ്ടല്ലേ. പിന്നെ കൊറേ ആയപ്പോ സങ്കടായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അടുത്തതിന് നോക്കാം. പിന്നെ കിട്ടാതാകുമ്പോൾ ഞങ്ങൾ കൊറേ വേറെ ക്ലാസ്സിനെ കുറിച്ച് വേറെ ക്ലാസ് എടുക്കാനും അല്ലെങ്കിൽ വേറെ എന്തൊക്കെ സോഴ്സ് ഒക്കെ കിട്ടുന്നത് കിട്ടാതാകുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ അത് നമ്മള് എവിടെയാണോ വീക്കെന്ന് മനസ്സിലാവല്ലോ. കുറച്ചും കൂടെ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാനുള്ള എന്താണെന്ന് അപ്പൊ യൂട്യൂബിലൊക്കെ കയറി അത് എന്താണെന്ന് നോക്കി അതിനുള്ള വീഡിയോസ് എടുക്കാൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉള്ളതുകൊണ്ട് SSC എക്സാം ഒക്കെ ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു നല്ലൊരു മെസ്സേജ് എന്താ? പഠിക്കുക. നമുക്ക് മടുക്കും ചില സമയം, നമ്മൾ ഡീമോട്ടിവേറ്റ് ആവും. പക്ഷെ പഠിക്കുക, വേറൊന്നുമില്ല. പഠിക്കുക, ഇമ്പ്രൂവ്, നമ്മളെ തന്നെ ഇമ്പ്രൂവ് ആക്കുക. നമ്മളെ ബെസ്റ്റ്. പിന്നെ നമ്മളെന്താണ് അത് നമുക്ക് വീക്കായ സാധനം കൂടെ പഠിക്കാൻ പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കാം. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ ഇതിനെ കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇപ്പൊ ഒരു വീട്ടില് നമ്മളൊരു പെൺകുട്ടി ആവുക എന്ന് പറയുന്നത് നമ്മളെ കുറച്ചു കാലം മുമ്പ് വരെ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളൊരു വീട്ടില് നമ്മള് വെറുതെ ഒരു സ്റ്റേജ് വരെ പഠിപ്പിച്ച്
പിന്നെ സ്റ്റേജ് കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള ആൾക്കാർ മാത്രമാണെന്നുള്ള ഒരു ധാരണയാണ്. നമ്മുടെ സൊസൈറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആയി. അപ്പൊ ആ ഒരു ചേഞ്ച് ആയ സമയത്തുള്ള ഒരു അച്ചീവ്മെന്റ് ആണത്. മനസ്സിലായോ? ആ ഒരു സൊസൈറ്റി കംപ്ലീറ്റ് ചേഞ്ച് ആയി. അപ്പൊ പെൺകുട്ടികൾ ജോലി എടുത്ത് കുടുംബം നോക്കുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പെൺകുട്ടികളുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ്, ഒരു ഫോർ എൻകറേജ്മെന്റ് ഓഫ് വുമൺ ആസ് എ വുമൺ എന്നൊരു സാധനം നിങ്ങൾക്ക് എന്താ കൊടുക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഇപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഫാമിലിയെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? ഞാൻ ശരിക്കും ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ട് 1 year. ഞാൻ IT ഫീൽഡിലായിരുന്നു. അത് പറ്റാത്തോണ്ട് റിസൈൻ ചെയ്ത് ഇത് ഇരുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ്? അപ്പൊ വീട്ടുകാരൊക്കെ അത് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്നാലും ആദ്യം ചെറിയൊരു ഇല്ല, അങ്ങനെ സപ്പോർട്ട് ഇല്ലാന്നില്ല. എന്നാലും എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ജോലി കിട്ടോ ഇല്ലയോ, ഇത്രയും കോമ്പറ്റീഷൻ ഉണ്ടെന്നും എനിക്ക് അപ്പം അറിയില്ലായിരുന്നു. പിന്നെ ഇത്രയും കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒന്നും പറയൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടൊക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് എല്ലാത്തിനും നമ്മൾ ഇതാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം. ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ, നമ്മള് ഇൻഡിപെൻഡന്റ് ആണല്ലോ. ഇപ്പൊ അച്ഛന് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, അവർക്ക് വേണ്ട പോലെ എന്താ പറയാ, അവർക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാനൊന്നും അങ്ങനെയല്ല. എന്നാലും നമ്മൾ ഇപ്പൊ എന്താ വാങ്ങിക്കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ആരെ ആശ്രയിക്കണമെന്നില്ല. ആശ്രയിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല, അങ്ങനെ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല ഡിപ്പെൻഡന്റ് ആളെന്ന് തോന്നിയിട്ടില്ല. എന്താ പറയാ, അല്ല വീട്ടിൽ അങ്ങനത്തെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ തോന്നിക്കാണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പൊ പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ഒരു സാധനമുണ്ട്. അതിന് പറ്റുന്നുള്ള ഒരു ഉണ്ട്. എന്താ പറയാ, വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അമ്മയിലും അച്ഛനും എല്ലാവരും. ഇപ്പൊ എക്സാം കിട്ടാണ്ടാകുമ്പോ ചിലപ്പോ ഭയങ്കര ഡൗൺ ഒക്കെ ആകുമ്പോൾ വീട്ടിൽ തന്നെയാ പറയാ ഇങ്ങനെയൊക്കെയാ. എല്ലാരും 4-5 വർഷമൊക്കെ എടുത്ത് തന്നെയാണ് പഠിക്കണം എന്നൊക്കെ. വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പിന്നെ കിട്ടിയപ്പോ അവരെ സന്തോഷം കാണുമ്പോ നമുക്കൊരു സന്തോഷം വരുമല്ലോ. അത് കിട്ടിയെന്ന് പറയുമ്പോ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സന്തോഷം. നിങ്ങളെ റിസൾട്ട് കേട്ടപാട് ആ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടായ ഒരു മൊമെന്റ്, ലൈക്ക് നിങ്ങൾക്ക് എന്താ സ്ട്രൈക്ക് ചെയ്ത് മറക്കില്ല, നിങ്ങൾ ലൈഫിൽ മറക്കില്ല, അത് പറയാം. എനിക്ക് എനിക്ക് ആക്ച്വലി സന്തോഷായില്ല. എന്താ വെച്ചാൽ എക്സ്പെക്ട് ചെയ്ത അടുത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാപ്പി ആവാൻ പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വീട്ടിലുള്ള ഒരു ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും അച്ഛനിങ്ങനെ അടുത്ത സ്ത്രീകളുണ്ട്, എനിക്ക് മാത്രം എന്താ സന്തോഷമില്ല. ബാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി, അമ്മക്കൊക്കെ ഭയങ്കര ഹാപ്പി. അമ്മയാണ് ഏറ്റവും ഹാപ്പി ആയിട്ടോ. അച്ഛന് പിന്നെ പ്രശ്നം ഇതില്ലെങ്കിൽ അടുത്തത് എപ്പോഴും ഞാന് ഭയങ്കര ഇമോഷണലാണ്, പെട്ടെന്ന് ഡൗൺ ആവും. അച്ഛൻ പിന്നെ ബാക്കി എല്ലാവരും ഫ്രണ്ട്സ് ഒക്കെയാണ് കയറ്റി കൊണ്ടുവരുന്നു. അച്ഛനും അമ്മ ഹാപ്പി, അമ്മയാണ് ഏറ്റവും ഹാപ്പി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജോലി വേണമെന്നുള്ള അമ്മേന്റെ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും എന്താ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്താൽ എന്തായാലും ഒരു ലക്ഷ്യത്തിലെത്തും. അത്ര കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടോ. അത് ബെസ്റ്റ്. ഇനി നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ കഴിയട്ടെ. താങ്ക് യു.